ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരമൽ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്, ആരും മിസ് ചെയ്യരുത് കേട്ടോ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഞാൻ ഒരു ഉരുളിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മെൽറ്റായി വരട്ടെ. ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാട്ടോ നല്ല കട്ടിക്ക് നെയ്യിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് ഞാൻ 200 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും നമ്മളൊന്നും കൂടെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് നല്ല രുചി കിട്ടും. ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സേമിയ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾ സേമിയ ഫുള്ളായിട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലാണ് വേണ്ടത്. ശേഷം നമുക്ക് അതേ പാത്രത്തിലേക്ക് 100 ഗ്രാം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്കിനി ക്യാരമലൈസ് ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറു തീയിലിട്ട് വേണം ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഞാനൊരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ കളർ മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പഞ്ചസാരയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ലതുപോലെ കളറായിട്ടുണ്ട്. ഇനി ഒരല്പം കൂടെ കളർ മാറിയാൽ മതിയാകും. ഒരുപാട് കളർ മാറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ശേഷം ഞാനിതിലേക്ക് 2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലൊഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ പാല് ചൂടാകുമ്പോഴത്തേക്കും ഇതെല്ലാം സെറ്റായി വന്നോളും. പഞ്ചസാരയൊക്കെ നല്ല മെൽറ്റായി സെറ്റായി വന്നോളും. ഞാനിതിലേക്ക് പാല് ചൂടായപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു 5-8 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരു മാത്രമായിട്ട്. ഏലക്ക ചേർക്കണം, നമുക്ക് ഒരു നിർബന്ധമില്ല. ക്യാരമൽ ചെയ്ത പായസം ആയതുകൊണ്ട് ഒരു നിർബന്ധമില്ല. എന്നാലും ഞാൻ ചുമ്മാ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പാല് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ നമുക്ക് ഇത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല. നല്ല രുചിയുള്ള ഒരു അടിപൊളി പായസമാണ്. നമ്മളെപ്പോഴും സേമിയ പായസം സാധാ രീതിയിലല്ലേ വെച്ച് കുടിക്കാറുള്ളൂ. ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു വെറൈറ്റി രുചിയാട്ടോ, നല്ല രുചിയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സേമിയയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു അല്പനേരം കൂടെ വെന്താൽ മതിയാകും. സേമിയ വെന്തതിന് ശേഷം ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ഒത്തിരി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. 2 സ്പൂൺ മാത്രം ചേർത്താൽ മതിയായിരുന്നു. ഞാൻ പഞ്ചസാര ചേർത്തതിൻ്റെ വീഡിയോ മിസ്സായി പോയതാട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പാകത്തിന് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പായസം അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പായസം എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിനെ താളിച്ചിടാം. താളിക്കണം എന്നൊരു നിർബന്ധവുമില്ല. ക്യാരമലൈസ് ചെയ്ത പായസം ആയതുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് എൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നാലും ഞാൻ അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.